ഒട്ടും കുഴഞ്ഞു പോവാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ള വഴുതനങ്ങ മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഈ വലിയ വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. വഴുതനങ്ങ പല രീതിയിലുണ്ടെന്ന് നമുക്കറിയാം. എനിക്കിന്നിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ ഒരു വഴുതനങ്ങയാണ്. ഇത് കുറച്ച് കട്ടിയുള്ള ക്യൂബായിട്ടാണ് കേട്ടോ ഞാൻ അരിഞ്ഞെടുക്കുന്നത്. ഇത് ഏതാണ്ട് ഒരു 1/4 കിലോ വഴുതനങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് ഇപ്പോൾ ഞാൻ ഒരു 1/2 സ്പൂൺ ഉപ്പും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുകയാണ് കേട്ടോ. ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ്. ഇത് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇങ്ങനെ നന്നായിട്ട് പുരട്ടി ഒരു അരമണിക്കൂർ നേരം വഴുതനങ്ങ വയ്ക്കണം. അരമണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ വഴുതനങ്ങയുടെ അടിയിൽ ഇതുപോലെ വെള്ളം ഊറി വരും. ഇനി ഈ വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് കളയണം. നമ്മുടെ വഴുതനങ്ങ മെഴുക്ക് പുരട്ടിക്ക് രുചി കൂടുന്ന ഒന്നാമത്തെ ഒരു കാര്യം ഇതാണ്. മഞ്ഞപ്പൊടിയും ഉപ്പും നന്നായിട്ട് പുരട്ടി വെച്ച ശേഷം നന്നായിട്ട് തന്നെ ഇതുപോലെ പിഴിഞ്ഞെടുക്കുക. ഇതിനകത്തുള്ള ഈ കുരുക്കൾ ഇഷ്ടമല്ലാത്ത ആളുകളാണെങ്കിൽ 1-2 തവണ വെള്ളത്തിൽ കഴുകിയ ശേഷം ഇതുപോലെ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് തിരുമ്മി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ കുറേ കുരുക്കൾ പോയി കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ഒരു 10 കുഞ്ഞുള്ളി, ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു 2 ഉണക്കമുളക്. ഇതൊന്ന് ചതച്ചെടുക്കുകയാണ് വേണ്ടത്. ഇനി എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു 1/2 സ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി വെളുത്തുള്ളി കൂട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് തന്നെ ഒരു തണ്ട് കറിവേപ്പിലൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പില നേരെ ഇതുപോലെ തന്നെ ചേർക്കുന്നതിൽ നല്ലത് ഇതുപോലെ ഒന്ന് കീറിയിട്ട് കൊടുക്കുന്നതാണ്. ഇനി ഇത് നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ തന്നെ വഴറ്റിയെടുക്കണം. ഈ ഒരു കളറ് തന്നെ കിട്ടണം നമുക്ക് കേട്ടോ. അതാണ് നമ്മുടെ മെഴുക്ക് പുരട്ടിയുടെ ഒരു രുചി എന്ന് പറയുന്നത് തന്നെ. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് ഒരു 10 സെക്കൻഡ് നേരം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഉപ്പ് നമ്മൾ തിരുമ്മി വെച്ചിരുന്നു. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വെന്തതിന് ശേഷം ആവശ്യമാണെങ്കിൽ മാത്രം രണ്ടാമത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതുപോലെ ഒന്ന് പൊത്തി വെച്ച ശേഷം അടച്ചു വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഏതാണ്ട് ഒരു 15 മിനിറ്റോളം എടുക്കും നമ്മുടെ വഴുതനങ്ങ നമുക്ക് വെന്ത് കിട്ടാൻ. ഇടയ്ക്ക് ഒരു 1-2 തവണ ഒന്ന് തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. വഴുതനങ്ങ നന്നായിട്ട് വെന്തില്ലെങ്കിൽ ഒരു ചെറിയ കയ്പ്പ് രുചി കാണും. അപ്പോൾ എപ്പോഴും വഴുതനങ്ങ നന്നായിട്ട് വേവിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. 15 മിനിറ്റിൽ കൂടുതലെടുക്കും വഴുതനങ്ങ നന്നായിട്ട് വെന്ത് വരാൻ തന്നെ. നന്നായിട്ട് വെന്ത ശേഷം തീ കൂട്ടിയിട്ട് 1 മിനിറ്റ് നേരം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. നമുക്ക് ഒട്ടും വെന്ത് പോവാതെ തന്നെ നമ്മുടെ വഴുതനങ്ങ ഈ ഒരു പരുവത്തിന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരിക്കലെങ്കിലും വഴുതനങ്ങ ഇതുപോലൊന്ന് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്